ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത് കഴിച്ച ഇന്ന് പലരും മാരക രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുപിടിച്ച അമേരിക്ക പോലും കുറെ തവണ ബാൻ ചെയ്തു. കാരണം മെഡിക്കലി ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സിനെ കുറ്റം പറയുന്നു? എന്തിനാണ് ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ചൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഈ സപ്ലിമെന്റ്സ് എല്ലാം അൺഹെൽത്തി എന്ന് പറയുന്നത്? ഇതിനെല്ലാമുള്ള ആൻസർ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതുപോലുള്ള സപ്ലിമെന്റ്സിന് സെയിൽ കൂടാനായിട്ട് പ്രൊമോട്ടേഴ്സ് അളവിൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ തന്നെ ഒരു ദിവസം 2 to 3 ടൈംസ് കഴിപ്പിക്കുന്നു. ഒരു ബ്രാൻഡിനെ അല്ല ഞങ്ങൾ പറയുന്നത്, എല്ലാ ബ്രാൻഡും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് സപ്ലിമെന്റ്സ് എടുത്താലും അതിനൊരു പരിധിയുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു വേ പ്രോട്ടീൻ നിങ്ങൾ എടുക്കുകയാണ്. ആ വേ പ്രോട്ടീനിന് എത്രയാണ് കഴിക്കേണ്ടതെന്ന് അതിന്റെ ബോഡിയിൽ തന്നെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്തരം പ്രോഡക്ട്സ് ഡെയിലി ഒന്നിലധികം പ്രാവശ്യം കഴിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മീൽസ് വെച്ച് ഇതിനേക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇനി അതെന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, ഹെർബാലൈഫ് ഷേക്ക് മേറ്റ്. പെർ സർവിംഗ് 27 ഗ്രാം, കലോറി 106, പ്രോട്ടീൻ 11 ഗ്രാം, ഫാറ്റ് 4 ഗ്രാം, കാർബ് 14 ഗ്രാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു ചപ്പാത്തി, ഒരു ഹോൾ എഗ്, ഒരു എഗ് വൈറ്റ്. നെക്സ്റ്റ് വൺ, ഹെർബാലൈഫ് പ്രോട്ടീൻ പൗഡർ. പെർ സർവിംഗ് 6 ഗ്രാം, കലോറി 23 ഗ്രാം, പ്രോട്ടീൻ 5 ഗ്രാം, ഫാറ്റ് 18 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 24 ഗ്രാം. ഇതിന് പകരമായിട്ട് 2 എഗ് വൈറ്റ്. നെക്സ്റ്റ് വൺ, ഹെർബാലൈഫ് ഫ്രഷ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ടീ പൗഡറും കഫൈനുമാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ കോഫി കുടിക്കാം. നെക്സ്റ്റ് വൺ, ഹെർബാലൈഫ് ഫോർമുല 1. പെർ സർവിംഗ് 25 ഗ്രാം, കലോറീസ് 94 ഗ്രാം, പ്രോട്ടീൻ 9 ഗ്രാം, ഫാറ്റ് 7 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 11 ഗ്രാം. അപ്പൊ ഇതിന് പകരമായിട്ട് ഒരു ഹോൾ എഗ്, ഒരു എഗ് വൈറ്റ്, 15 ഗ്രാം ഫ്രൂട്ട്സ്. നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റിനെയും കുറ്റം പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്, വിത്ത് ലവ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് കോച്ച്.